ഹലോ വെൽക്കം ടു ആർക്കേഷൻ ടൈം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കാർലെറ്റ് വിച്ചുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ മൂവി വരാൻ പോകുന്ന ഒരു ചെറിയ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സ്കാർലെറ്റ് വിച്ചിന് എങ്ങനെ മൂവി വരും, സ്കാർലെറ്റ് വിച്ച് ഇപ്പം അലൈവ് ആണോ, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയൊരു ന്യൂസ് പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് നവംബർ 6 എന്നാണ് പറയുന്നത്. ഈ നവംബർ 6 എന്ന ഡേറ്റിലായിരിക്കാം ചിലപ്പോൾ സ്കാർലെറ്റ് വിച്ച് മൂവി വരാൻ പോകുന്നതാണ് പറഞ്ഞത്. അതായത് ഡൂംസ്ഡേക്ക് ശേഷം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പലരും ആലോചിക്കും, എങ്ങനെ സ്കാർലെറ്റ് വിച്ച് ഇപ്പം ജീവിച്ചിരിക്കും, നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ സ്കാർലെറ്റ് വിച്ച് മരിക്കണായിട്ടല്ലേ കാണിച്ചതെന്ന് നിങ്ങൾ പലരും ആലോചിക്കും. ആക്ച്വലി ആ ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് മൂവി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. അതിൽ നമുക്ക് സ്കാർലെറ്റ് വിച്ച് മരിച്ചെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റൂല. അതായത് ആ ഒരു മൊത്ത കാസ്റ്റിലും ഇടിഞ്ഞു വീഴാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയ ആ സമയം ഒരു ചെറിയൊരു മാജിക് പോലെ, റെഡ് കളർ പോർട്ടൽ പോലെ എന്തോ ഓപ്പൺ ആവണം നമുക്ക് കാണാൻ പറ്റും. മേ ബി സ്കാർലെറ്റ് വിച്ച് ടെലിപ്പോർട്ടായി അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കൺഫേം ആയിട്ട് സ്കാർലെറ്റ് വിച്ച് മരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ്. അത്ര എളുപ്പത്തിനൊന്നും മാർവൽ ഈ സ്കാർലെറ്റ് വിച്ച് ക്യാരക്ടറിനെ കൊന്നു കളയില്ല. കാരണം ഫ്യൂച്ചർ മൂവീസിൽ സ്കാർലെറ്റ് വിച്ചിൻ്റെ ഒരു യൂസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് സ്കാർലെറ്റ് വിച്ച് അലൈവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ അകത്ത് ആളെല്ലാം സീരീസ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 എപ്പിസോഡ്സ് വന്നിട്ടുണ്ട്. മേ ബി ആ ഒരു സീരീസിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ വാണ്ട വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സീരീസിൽ തന്നെ നമ്മുടെ വിക്കനെ കാണിച്ചിട്ടുണ്ട്. വിക്കൻ ആരെന്നറിയില്ല, നമ്മുടെ വാണ്ടയുടെ മകനാണ് വിക്കൻ. അതായത് കൺഫേം ആക്കിയത് വിക്കൻ എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്ക് സീരീസ് കാണുമ്പോൾ പിടിയിട്ട് അത് വിക്കനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുമാത്രമല്ല, വിക്കൻ സംസാരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് തൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് വിക്കൻ്റെ വന്ന് മൂടനായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തോ ഒരു മാജിക് സ്പെല്ല് നമ്മുടെ വിക്കനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടിട്ട് നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ ആ ഒരു സ്പെല്ല് ആയിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മൾ സ്കാർലെറ്റ് വിച്ച് ജീവിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു അകത്തെ സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് എന്ന് വെച്ചാൽ തന്നെ ഈ അകത്തെയും ബാക്കിയുള്ള വിച്ചസും കൂടെ ചേർന്ന് അവരെ പവേഴ്സ് കിട്ടാൻ വേണ്ടി അവരെ വിച്ചസ് റോഡിൽ കൂടെ പോകണതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. മേ ബി ഒരു വിച്ചസ് റോഡിൽ ആ ഒരു പ്ലേസ് ചിലപ്പോൾ നമ്മുടെ വാണ്ട കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കോമിക്സിൽ ഈ ഒരു വിച്ചസ് റോഡിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഗോഡസ് ഓഫ് വിച്ചസ് ഉള്ളത്. ഈ ഗോഡസ് ഓഫ് വിച്ചസ് ആണ് ആ ഒരു വിഷസ് ഒക്കെ കൊടുക്കുന്നത്, ഈ വിച്ചസിന് പവേഴ്സ് കൊടുക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. മേ ബി ആ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ സ്കാർലെറ്റ് വെച്ചിരിക്കാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വിച്ചസ് റോഡിൽ സ്കാർലെറ്റ് വെച്ച് കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അകത്ത ആളെല്ലാം സീരീസിൻ്റെ എൻഡിങ്ങിൽ വാണ്ട വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ വല്ല ക്യാമിയായിട്ടോ അല്ലെങ്കിൽ വാണ്ട ജീവിച്ചിരിക്കുന്നു എന്നുള്ള എന്തെങ്കിലും കാണിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ അകത്തെ സീരീസ് ചെക്ക് ചെയ്ത് നോക്കുക. സീരീസ് ഇപ്പോൾ വരയ്ക്കും ഒരു ആവറേജ് ആണ്. ചിലപ്പം വാണ്ടയുടെ ഒരു ടീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കോമിക്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സ്കാർലെറ്റ് വിച്ചും അകത്തെയും കൂടെ ചേർന്ന് ഈ വിച്ചസ് റോഡിൽ കൂടെ പോകുന്നതായിട്ട് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി അഡാപ്റ്റ് ചെയ്താണ് നമ്മുടെ ഒരു അകത്തെ ആളെല്ലാം സീരീസ് തന്നെ പറഞ്ഞത്. ആക്ച്വലി അതിൽ വന്നൊരു പർട്ടിക്കുലർ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ, കോമിക്സിൽ നമ്മുടെ വാണ്ടയുടെ മകനുണ്ടല്ലോ വിക്കൻ, അവൻ്റെ പവേഴ്സ് ഔട്ട് ഓഫ് കൺട്രോളും ഈ ഒരു സമയം നമ്മുടെ വാണ്ടയും മിസ്സിങ് ആണ്. ആക്ച്വലി വാണ്ടാവെന്ന് ഇതിന് മുമ്പേ തന്നെ ആ ഒരു നോ മോർ മ്യൂട്ടൻസിനൊക്കെ പറഞ്ഞൊരു വലിയ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാണ്ടയെ തേടി ഈ വിക്കൻ പോകുന്നുണ്ട്. വിക്കൻ്റെ കൂടെ നമ്മുടെ യങ് അവഞ്ചേഴ്സ് ഉണ്ട്. ആൻഡ് അതുമാത്രമല്ല, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാഗ്നെറ്റോ വരും. മാഗ്നെറ്റോയുടെ കൂടെ നമ്മുടെ എക്സ്മെൻ ടീമുണ്ട്. ആൻഡ് ഈ എക്സ്മെൻ ടീം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ഫോളോ ചെയ്ത് നമ്മുടെ അവഞ്ചേഴ്സും വരും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പോകുന്നുണ്ട്. അതായത് മെയിനായിട്ട് വാണ്ടയെ തേടി പോകുന്നുണ്ട്. ഇപ്പോഴും വാണ്ട മിസ്സിങ് ആണ്. നമുക്കറിയാമല്ലോ. അപ്പം ഈ സ്റ്റോറിയിൽ വന്ന് ഇവരെല്ലാവരും വാണ്ടയെ തേടി പോകുമ്പോൾ നമ്മുടെ വാണ്ട എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ കാസ്റ്റിൽ, അതായത് ഇത് ലെറ്റ്പീരിയയിലാണ് നമ്മുടെ വാണ്ട ഉള്ളത്. അവിടെ വന്ന് നമ്മുടെ വാണ്ട ഡോക്ടർ ഡൂമിൻ്റെ കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇവർ ആൾമോസ്റ്റ് കല്യാണം കഴിക്കുന്ന ഒരു സ്റ്റേജിൽ, ഒരു ലവ് സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാണ്ടയുടെ ആ ഒരു ഈ ഒരു റിയാലിറ്റി വാർപ്പിംഗ് പവറില്ലേ, അത് എടുക്കാനാണ് നമ്മുടെ ഡോക്ടർ ഡൂം പ്ലാൻ ചെയ്യാനായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് വാണ്ടയുടെ സമ്മതത്തോടെയാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഡോക്ടർ ഡൂം ചെറുതായിട്ട് വാണ്ടയെ മാനിപ്പുലേറ്റ് ചെയ്ത്, കാരണം വാണ്ടയ്ക്ക് ആ സമയം എന്തോ മെമ്മറി എന്തോ പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. മേ ബി ഇതേപോലത്തെ സ്റ്റോറി ഇനി MCUലോട്ട് വരുമെന്ന് നമുക്ക് അറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡോക്ടർ ഡൂം വരാൻ പോവുകയാണ്. സെയിം നമ്മുടെ സ്കാർലെറ്റ് വിച്ചിനെ കാണാനുമില്ല. ചിലപ്പോൾ ഇനി ഡോക്ടർ ഡൂമിൻ്റെ ലാറ്റ്പീരിയയിൽ വല്ലതും ആണോ ഇപ്പം നമ്മുടെ വാണ്ട ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ ഉറപ്പായിട്ട് ആ കോമിക്സിലുള്ള പോലത്തെ സ്റ്റോറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി നമ്മുടെ വാണ്ടയെ നമ്മുടെ ഡോക്ടർ ഡൂം കൺട്രോളിലെടുത്തു. വാണ്ടയുടെ ഒരു കെയോസ് മാജിക് പവർ എടുക്കാൻ, പ്രത്യേകിച്ച് ഒരു റിയാലിറ്റി വാർപ്പിംഗ് പവർ എടുക്കാൻ എന്നുള്ളൊരു പ്ലാൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വാണ്ടയുടെ പവർ നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ആ റിയാലിറ്റി വാർപ്പിംഗ് പവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ പവർഡാണ്. അത് നമ്മുടെ ഡോക്ടർ ഡൂമിന് കിട്ടിയ
നമ്മുടെ MCUലുള്ള മിക്ക ക്യാരക്ടേഴ്സിനെ ഡോക്ടർ ഡൂമിന് ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സോ മേ ബി അതാവാൻ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ പ്ലാൻ എന്നാണ് തോന്നുന്നത്. ചിലപ്പം ലാറ്റ് വീഡിയോയിൽ വാണ്ട കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ കോമിക് അഡാപ്റ്റേഷൻ ആണെങ്കിൽ എന്തായാലും ഇപ്പോൾ ആ റിലീസ് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അൺടൈറ്റിൽഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഫസ്റ്റ് കിടക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ അത് കിടക്കുന്നുണ്ട്. കൂടാതെ പിന്നീടാണ് November 6 നമ്മുടെ ഒരു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് കിടക്കുന്നത്. November 6 ഏത് വരണമെന്ന് അറിഞ്ഞൂടെ. ചിലപ്പം November 6 സ്കാർലെറ്റ് വിച്ച് മൂവി ആയിരിക്കും, അതായത് ഡൂംസ്ഡേക്ക് ശേഷം. എങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല കോമിക്സിലുള്ള സ്റ്റോറി ഡോക്ടർ ഡൂമിൻ്റെ അടുത്ത് വേണ്ടത് മേ ബി ആ ഒരു കണക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. പ്രത്യേകിച്ച് ഈ ഒരു അകത്തെ സീരീസിൽ വാണ്ട വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വാണ്ടയുടെ സോളോ പടം വരണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.